ഹലോ, അതെ. ഓക്കെ. ആരാ മോളെ? മാത്യൂസ്. അച്ഛന്റെ വാറണ്ട് സ്റ്റേ ചെയ്യുന്ന കാര്യം എത്ര പറഞ്ഞിട്ടും ആ പാവത്തിന് മനസ്സമാധാനം കിട്ടുന്നുണ്ടാവില്ല. നാളെ തന്നെ സ്റ്റേ ഓർഡർ കിട്ടില്ലേ മോളെ? കിട്ടും. അത് ചോദിക്കാനല്ല മാത്യൂസ് വിളിച്ചത്. ചാണ്ടിയുടെ പേരിലുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് വേണമെന്ന്. അതെന്തിനാ? അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനെന്ന് വെച്ചാൽ മാത്യൂസിന് ജീവന. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതം. മാത്യൂസ് എന്തിനോ ഉള്ള പുറപ്പാട്. മോളെ, നീ ഈ കേസിന്റെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നത് ആ ചാണ്ടിയെ മറ്റോ അറിഞ്ഞാൽ? കോടതിയുടെ റെക്കോർഡ് റൂമിൽ അന്വേഷിച്ച കേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതിപ്പോ ചാണ്ടിയൊന്നും അറിയാൻ പോകുന്നില്ല. എന്നാലും അവര് വല്ലാത്ത ആൾക്കാരാ. നീ മാത്യൂസിന് നിയമപരമായിട്ടുള്ള എന്ത് സഹായം ചെയ്തു കൊടുക്കും. അതല്ലാതെ മാത്യൂസിനെ പോലുള്ളവരുടെ കൃഷിയിടം നശിക്കാതെ നോക്കേണ്ടത് തീ വില കൊടുത്ത് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ആവശ്യമല്ലേ അമ്മേ? ഒന്നോർത്ത അതും ശരിയാ. സുധീറിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇവിടെ കഴിയുന്നത് തന്നെയായിരുന്നു. കോടതിയിൽ നിന്ന് ഇവിടം വരെ കാറിൽ ഒറ്റ ഇരിപ്പായിരുന്നു. നീ ആ കിടക്കൊന്നും ഇരിക്കുക. രാവിലെ കുടിക്കാൻ കുറച്ച് വെള്ളം ഇപ്പൊ സ്റ്റേ വാങ്ങിച്ചെങ്കിലും വീണ്ടും ചട്ടപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ടാവില്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദിവസം ഉണ്ടാവും? അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ച ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ചാണ്ടിയുടെ മിക്കവാറും എല്ലാം തല്ല് കേസുകളാണ്. ഈ അടുത്തിടെ ചാണ്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആലുവ ടൗണിൽ ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് പറ്റിച്ചതിന്. അതിലയാൾ ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ ഇത്തിരി പാടാ. ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? ഒരു പ്രമീള സുരേന്ദ്രൻ, സെറ്റിൽഡ് ഇൻ ദുബായ്. അതിനേക്കാൾ രസകരമായൊരു കേസുണ്ട്. ബാർ അസോസിയേഷനിലെ സ്പൈ വർക്കിലൂടെ അറിഞ്ഞതാ. ഒരു സ്ഥലത്ത് കൂടെ നടപ്പാത വേണമെന്ന് പറഞ്ഞ് കുറച്ചു പേര് ഒരു ഇൻജങ്ഷൻ സൂട്ട് ഫയൽ ചെയ്തു. അതിനെതിരെ വക്കീലിനെ വെച്ച് വാദിച്ചത് ചാണ്ടിയാ. അത് ചാണ്ടിയുടെ സ്ഥലമല്ലെന്നുള്ളതാ അതിന്റെ രസം. അത് സർക്കാർ വക പട്ടയ ഭൂമിയാ. അത് സർക്കാർ പാവങ്ങൾക്ക് പട്ടയം കൊടുത്ത ഭൂമിയാണ്. അത് വൈപ്പിൻ പാലത്തിനടുത്ത്. സമ്മതിച്ചു. എന്റെ വെപ്രാളം കാരണമാണ് ആദ്യത്തെ അറസ്റ്റ് പാറിപ്പോയത്. ഇനി നിങ്ങളുടെ ചട്ടം അനുസരിച്ച് അങ്ങ് നീക്കോ എന്ന് വെച്ച് അത് അനന്തമായിട്ട് അങ്ങ് നീണ്ടുപോകരുത്. ഫ്ലാറ്റ് കേസ് മിശ്ര എല്ലാം കൂടെ ഞാനിവിടെ പ്രാന്തടുത്ത് നിൽക്കുക. അതെനിക്കറിയില്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പേപ്പർ ചടാന്ന് തഹസീൽദാർക്ക് അയച്ചു കൊടുത്തത്. അവിടെ നമുക്ക് ആളുണ്ട്. പിന്നെ ചില ഓഫീസ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ സാറേ. മനസ്സിലായി. എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ജോസിന്റെ അവിടെ എത്തിക്കാം. പക്ഷേ പേപ്പർ വില്ലേജ് ഓഫീസിൽ എത്തണം. അവിടെ എത്തിയാൽ പിന്നെ എന്റെ സാമ്രാജ്യ. അവന്റെ അപ്പനെ കുറിച്ച് നല്ല കലക്കൻ റിപ്പോർട്ട് മുകളിലേക്ക് ചെന്നോളൂ. അതിനെന്താ, നമുക്ക് വിശാലമായിട്ട് തന്നെ കൂടിക്കളയാൻ കേശവേട്ട. ഓക്കെ, വണ്ടി വിടറാ. ഇത് സർക്കാർ പട്ടയം കൊടുത്ത ഭൂമിയല്ലേ? എവിടുന്ന? പത്രത്തിന്ന്? അല്ലല്ല, ഈ പട്ടയ ഭൂമി ചൊല്ലു വിലക്ക് കിട്ടും പറഞ്ഞിട്ട് വന്നതാ. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ലായിരുന്നു. ചാണ്ടി സാറിന് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. ആരോ ചാണ്ടി സാറി. സാറിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ ഭൂമി. ചാണ്ടി സാർ
അവിടെ മണലടിക്കുന്നുണ്ടല്ലേ, ഇറിഗേഷൻകാരും ചാണ്ടി സാർ നമ്മൾ ഒത്തുകളിയാണ്. അപ്പുറത്ത് കായലിന് ആഴം കൂട്ടാൻ മറ്റേ ഡ്രഡ്ജ് ചെയ്തോണ്ടിരിക്കുക. ആ മണൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടേ. കായലിലെ മണ്ണും കൽപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിരിക്കുക എവിടെയല്ല. ഈ സ്ഥലം നികത്തി കഴിയുമ്പോ ഡ്രഡ്ജിങ് മതിയൊക്കെ അവര് സ്ഥലം വിട്ടോളൂ. ഈ പട്ടയം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നിസ്സാര പൈസക്ക് സ്ഥലം വാങ്ങിച്ചെടുക്കാമായിരുന്നു. എന്റെ പൊന്ന് സാറേ, 3 മാസം മുമ്പ് സ്റ്റേജ് കെട്ടി കളക്ടർ വന്ന് ആഘോഷപൂർവ്വം പട്ടയ വിതരണം നടത്തി. പക്ഷെ ഈ നാട്ടിൽ നിന്ന് ഒരാൾക്കും അത് കിട്ടിയിട്ടില്ല. കിട്ടിയത് ആർക്കാണെന്നോട്ട് അറിയാനും പാടില്ല. ചായ എടുക്കും. റിപ്പോർട്ടിന്റെ രക്ഷ സാർ, ടിവിയിൽ കണ്ടാലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള 5 സെന്റ് ഭൂമിയുടെ പട്ടയ വിതരണം എറണാകുളത്തെ വൈപ്പിനിൽ ജില്ലാ കളക്ടർ സന്ധ്യ രാമേന്ദ്രൻ നിർവഹിച്ചു. വൈപ്പിൻ പാലത്തിന് സമീപത്തുള്ള 2.5 ഏക്കർ സർക്കാർ ഭൂമിയാണ് നിർധനരായ 50 കുടുംബങ്ങൾക്കായി പതിച്ചു നൽകിയത്. അനൗൺസ് ചെയ്യുന്ന വോയിസ് കിട്ടാൻ വഴിയുണ്ടോ? ഈ കോള കണ്ട് വെറുതെ ഇരിക്കാനോ? എന്നാ മഴയത്, കൃഷി മുഴുവൻ നാശാവുമല്ലോ. വെള്ളം പൊങ്ങിയ പ്രശ്നമാണ്. അതിനിപ്പോ ചാല് കയറി മഴക്കുഴിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. സാർ അതിനെ കുറിച്ച് അന്വേഷിച്ചോ? സർക്കാർ ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിനെയാ പട്ടയം കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ കേസില് എന്താ നടന്നിട്ടുള്ളത് അത് പറ. ഞാൻ പറയട്ടെ, പട്ടയങ്ങൾ പലതരത്തിലുണ്ട്. അതിലെ ആദിവാസികൾക്ക് കൊടുക്കുന്ന പട്ടയ ഭൂമി വിൽക്കാൻ പറ്റില്ല. പിന്നെ കൃഷി പോലെ ചില പ്രത്യേക ആവശ്യത്തിന് കൊടുക്കുന്ന ഭൂമി ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റൊരിനം പട്ടയുണ്ട്. അതില് ഉടമസ്ഥൻ ഇത്ര കൊല്ലം കഴിഞ്ഞ് കൈമാറ്റം ചെയ്യാവൂ എന്ന വ്യവസ്ഥ ഉണ്ടാവും. ചിലതില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പട്ടയഭൂമി ഇതുപോലുള്ളതാണോ എന്നാണ് എന്റെ സംശയം. ആയിക്കോട്ടെ, ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇതിന്റെ ഉടമസ്ഥാവകാശം തന്നെ വ്യാജമല്ലേ? TV കേട്ട 4 അഡ്രസ്സുകൾ ഞങ്ങൾ അന്വേഷിച്ചു തന്നതാ. ആ പേരിലും അഡ്രസ്സിലും ആരുമില്ല. കള്ളപ്പേരിൽ കൂലിക്ക് ആളെ വെച്ച ചാണ്ടി 50 പട്ടയങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അതാ ഞാനും പറഞ്ഞു വരുന്നത്. റവന്യൂ വകുപ്പിൽ നല്ല പിടിപാടില്ലെങ്കിൽ ഇല്ലാത്ത ആളുകളുടെ പേരിൽ പട്ടയം വാങ്ങിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചു ദിവസം കൈവശം വെക്കും. അതാ ചാണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും എതിർപ്പും സംശയവും ഇല്ലെന്ന് കണ്ടാൽ ഈ 50 പേരുടെയും ഭൂമി തനിക്ക് വിറ്റു എന്നതിന് രേഖയുണ്ടാക്കി അത് സ്വന്തമാക്കും. ഭുവനേന്ദ്രനെ പോലുള്ള ആളുകളുള്ളപ്പോ രേഖ ഉണ്ടാക്കാനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല, വിറ്റു എന്നുള്ളതിന് വെറുതെ രേഖ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? വിൽപ്പനക്കാർ 50 പേരും ഐഡന്റിറ്റി കാർഡുമായി നേരിട്ട് ഹാജരാകാതെ അത് നടക്കുമോ? എടാ കൊച്ചേ, റെജിസ്ട്രാറോ സബ് രജിസ്ട്രാറോ അല്ല ഇവിടുത്തെ മിക്ക രജിസ്റ്റർ ഓഫീസുകളും ഭരിക്കുന്നത് മഹാത്മാഗാന്ധിയാ. പച്ചനോട്ടിലെ ഗാന്ധിയില്ലേ, അത് തന്നെ. കാശ് കൊടുത്താൽ ഭൂരിപക്ഷം രജിസ്റ്റർ ഓഫീസുകളും എന്തും നടക്കും. ജെർമിയാസിന്റെ മകന് അപ്പന്റെ ബാധ്യത തീർക്കാവുന്നതിൽ കൂടുതൽ ആസ്തിയുണ്ടെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നാളെ രാവിലെ കളക്ടറെ മേശപ്പുറത്തെത്തും. നാളെ തന്നെ കളക്ടറെ കൊണ്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കേശവേട്ട അത് നിങ്ങൾക്കാണ്. അത് ഞാൻ ഏറ്റു. അതെ, ആ തന്തക്കഴുവനെ ആഘോഷപൂർവ്വം വേണം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ. കൗൺസിൽ പാപ്പച്ചനെ വിളിച്ച് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ അപ്പന് നോവണം, എന്നാലേ അവൻ വരൂ. ഇതെന്താ
എന്തായാലും വെച്ച് താമസിപ്പിക്കില്ലല്ലോ. ഇതാ കോടനാട് സ്റ്റേഷനിലേക്ക് കൊടുത്തു വിടുകയോ കൊണ്ടു കൊടുക്കുകയോ എന്താന്ന് വെച്ച് ചെയ്തു. ഇവിടെ നിന്നാ മതി. വണ്ടി ഇതിലെ വരുമ്പോ ഒന്ന് സ്ലോ ചെയ്യാമെന്ന് CI പറഞ്ഞിട്ടുണ്ട്. അത് ഈ റോഡിൽ കൂടി സ്പീഡിൽ പോകാൻ പറ്റണ്ടേ? പഞ്ചായത്ത് റോഡ് നന്നാക്കാതിരുന്നത് വളരെ നന്നായി. ചാണ്ടി സാറേ, ഞാനിവിടെ റെഡിയാ. SFC-ക്കാരെയും വില്ലേജ് ഓഫീസറെയും കാത്തിരിക്കുക. വില്ലേജ് ഓഫീസറെയും SFC-ക്കാരെയും ഞാനിപ്പോ വിളിച്ച് ബ്ലോക്ക് ചെയ്തു. നിങ്ങളും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. എന്ത് പറ്റി?